വകുപ്പ് മേധാവിമാർക്ക് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെയുള്ള സേവനങ്ങൾക്ക് നന്ദി അറിയിച്ചു. ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് നന്ദി അറിയിച്ചത്. ഇന്നലെ സെക്രട്ടേറിയറ്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ചീഫ് സെക്രട്ടറി മുതൽ DGP വരെ പങ്കെടുത്തു. കഴിഞ്ഞ തവണ ഉദ്യോഗസ്ഥർക്ക് നന്ദി പറഞ്ഞിരുന്നില്ല എന്നും വാർത്തകളുണ്ട്. റോഷിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. റോഷിപാൽ, ഒരു വലിയ കാലഘട്ടമാണ്. 10 വർഷം തുടർച്ചയായ ഒരാൾ മുഖ്യമന്ത്രിയായിരിക്കുക എന്നത് നമ്മുടെ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെയുള്ളതാണ്. സ്വാഭാവികമായി ഇപ്പോൾ തിരിച്ചു വരുമോ തിരിച്ചു വരില്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, അത് മറ്റൊരു കാര്യം. പക്ഷെ ഒരു 10 വർഷ കാലയളവ് പൂർത്തിയാക്കി ഇറങ്ങുന്ന സമയത്ത് ഒപ്പം നിന്ന് ജോലി ചെയ്തവർക്കൊരു നന്ദി പറയുക എന്നതാണ്. അത് നടന്നിരിക്കുന്നു. ആരൊക്കെയാണ് പങ്കെടുത്തത്? എന്തൊക്കെയാണ് വാർത്തകൾ? മാധു, ഇന്നലെയാണ് സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എല്ലാ വകുപ്പ് മേധാവിമാരെയും വിളിച്ചു വരുത്തിയത്. അവരെ വിളിച്ചു വരുത്തി സാധാരണ അടിയന്തരമായ സാഹചര്യത്തിലാണ് അത് ചില ചർച്ചകൾ നടത്താൻ, ചില തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ മുഖ്യമന്ത്രി വിളിച്ചു ചേർക്കാറുള്ളത്. പക്ഷേ ഇന്നലെ അങ്ങനെയായിരുന്നില്ല. വളരെ ലളിതമായ ചടങ്ങ്. അവിടെ വെച്ച് എല്ലാ വകുപ്പ് മേധാവിമാരുടെയും അടുത്തെത്തി മുഖ്യമന്ത്രി അവർക്ക് അഭിവാദ്യം അർപ്പിച്ചു, അവരോട് നന്ദി പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ അവർ നൽകിയ സേവനങ്ങൾ, അവരുടെ സേവന പ്രവർത്തനങ്ങൾ എല്ലാത്തിനുമുള്ള നന്ദിയാണ് മുഖ്യമന്ത്രി അവിടെ പ്രകടിപ്പിച്ചത്. അതൊരു ഇരുത്തിയുള്ള മുഴുവനായി ആളുകൾക്കുള്ള ഒറ്റ നന്ദിയായിരുന്നില്ല. ഓരോ വകുപ്പ് മേധാവിമാരുടെയും അടുത്ത് എത്തി ആ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ എല്ലാവരോടും അവർക്ക് ഷെയ്ക്കാൻഡ് നൽകിക്കൊണ്ട് അവരോട് നന്ദി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്നലെ ഉദ്യോഗസ്ഥന്മാർക്കുള്ള ഒരു ദീർഘകാലത്തെയാണ്. കാരണം ഒരു 10 വർഷം മുഖ്യമന്ത്രി, അത് കേരളത്തിൻ്റെ ചരിത്രമാണ്. തുടർച്ചയായി 2 ടേം, തുടർച്ചയായി 10 വർഷം മുഖ്യമന്ത്രി പദത്തിലിരുന്ന ഒരു നേതാവ്, ഒരു ജനപ്രതിനിധി, അദ്ദേഹം സ്വാഭാവികമായും ആ കസേരയിൽ നിന്നും തുടർച്ചയായുള്ള ആ 10 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഉള്ള ഒരു നന്ദി, ഒരു യാത്രയപ്പ് കൂടിയാക്കി അത് മാറ്റുകയായിരുന്നു. ഏതാണ്ട് എല്ലാ മന്ത്രിമാരുടെയും ഓഫീസുകളിൽ ഒരു ഭാഗത്ത് യാത്രയപ്പുകൾ നടക്കുന്നുണ്ട്. അവരുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർക്കും ഓഫീസിലെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ അതാത് മന്ത്രിമാർ യാത്രയപ്പ് നൽകുന്നുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സെക്രട്ടേറിയറ്റിൽ അവരുടെ ഓഫീസുകളിലേക്ക് നടക്കുന്നു. അതിന് സമാനമായ രീതിയിൽ, പക്ഷേ അത് DGP ഉണ്ട്, ചീഫ് സെക്രട്ടറി ഉണ്ട്, ഒപ്പം അങ്ങനെ ഓരോ പ്രധാനപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും മേധാവിമാർ ഇന്നലെ സെക്രട്ടറിയിൽ എത്തിയിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഓഫീസിലേക്ക് വകുപ്പ് മേധാവികളെ വിളിച്ചു വരുത്തിയാണ് അദ്ദേഹം നന്ദി പറയുകയും യാത്ര പറയുകയും ചെയ്തത്. എനിക്ക് ഓർമ്മയുണ്ട്, 2016 അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായുള്ള ഒരു പിറന്നാൾ ദിനത്തിൽ മെയ് 24 അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് ഇനി ഒരു കാര്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലഡ്ഡു വിതരണം ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, ഔദ്യോഗിക ജന്മദിനം ഇതല്ല, അതിനു മുൻപായിരുന്നു തോന്നുന്നു, പക്ഷേ ഈ മെയ് 24 താൻ ജനിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് യഥാർത്ഥത്തിൽ അന്ന് അങ്ങനെ ഒരു കാഴ്ച അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വളരെ സന്തോഷമുള്ള, വളരെ കൗതുകകരമായ ഒരു നിമിഷമായിരുന്നു